സ്കൂളിൽ പിള്ളേർക്ക് ഫോൺ കൊണ്ടുപോകുന്ന ഫൈൻ സേഫ്റ്റി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ടു എ ലിമിറ്റ് ഞാൻ ഓക്കെയാണ്. ആ ബാഗിലാണെങ്കിൽ 20 കിലോയുടെ ബുക്ക് ഉണ്ടായിരിക്കണം. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫോൺ മാത്രം കൊണ്ടാൽ മതി. Should children be allowed phones in school? സോ സ്കൂളിൽ ഫോൺസ് ബാൻ ചെയ്യണോ അതോ പിള്ളേർ കയ്യിൽ ഫോൺ വെക്കുന്ന ഓക്കെ ആണോ? അതാണ് ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ഡിബേറ്റ്. ഇതിലേക്ക് കിടക്കുമ്പോൾ എത്ര പേര് ഓക്കെ ആണ് ലൈക്ക് ഫോൺ ലൈക്ക് എഗ്രി ചെയ്യുന്നുണ്ട്? സ്കൂളിൽ പിള്ളേർക്ക് ഫോൺ കൊണ്ടുപോകുന്ന ഫൈൻ സേഫ്റ്റി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആരുമില്ല. ടു എ ലിമിറ്റ് ഞാൻ ഓക്കെയാണ്. ലൈക്ക് ഒരെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ നീ ആ പിള്ളേരുടെ പ്രായം കൂടെ പറഞ്ഞു. ഏത് പ്രായത്തിലോട്ടാണ് നീ ഓക്കെ ആവുന്നത്? ചെറുപ്പം തൊട്ട് ഓക്കെ ആണോ അതോ ഇതിപ്പോൾ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഫോണിൽ യൂസ് ചെയ്യണം. ഐ മീൻ ഇപ്പം എന്താ പറയുക, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ അനുവദിക്കണം എന്നല്ല, സേഫ്റ്റി ഫീച്ചർ പോലെ കൈ കൊണ്ടുപോട്ടെ ഏത് പ്രായമാണെങ്കിലും. ഇപ്പൊ എന്താ വെച്ചാൽ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ആയിരത്തി തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. അറ്റ്ലീസ്റ്റ് ഫോൺ കയ്യിലുണ്ടെങ്കിൽ 911 വിളിക്കാം. നമ്മൾ പിക്ക് ചെയ്താൽ പോരെ? നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എളുപ്പം. ഐ മീൻ ഇപ്പം എത്ര പേർക്ക് അങ്ങനെ പിക്ക് ചെയ്യാണ്ട് ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഓക്കെ. സ്കൂൾ ബസ് ഒക്കെ ഉണ്ടല്ലോ. സ്കൂൾ ബസ് ഉണ്ടെങ്കിലും നടന്നു വന്ന പിള്ളേരും ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പം എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. പിക്ക് ചെയ്യുന്നവരുണ്ട്, നടന്നു വരുന്നവരുണ്ട്. നിങ്ങൾ നോ പറയാൻ കാരണം എന്തുകൊണ്ടാണ് പിള്ളേർ ഫോൺ കൊണ്ടുപോകുന്നത് സ്ട്രിക്ട്ലി? ഞാൻ ഒരു പ്രായത്തിൻ്റെ പറഞ്ഞു. ഇപ്പോൾ ലക്ഷ്യം പറഞ്ഞൊരു കുഞ്ഞ്, ഇപ്പോൾ ഒരു കൊച്ചു വളർന്നു വരുന്നുള്ള ഒരു ചെറിയ കൊച്ചാണ്. അതിൻ്റെ കയ്യിലാണെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ കൊടുത്തുകൂടാം നമുക്ക്. ഇതുപോലെ കമ്മ്യൂട്ട് ചെയ്യുന്ന സൈക്കിളിലൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു 7ാം ക്ലാസ് തൊട്ട് മുകളിലേക്കൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ സ്കൂളിൽ എനിക്കൊന്ന് ഫോൺ കൊണ്ടുപോകാന്നുള്ള സെറ്റപ്പാണ്. സോ അപ്പോൾ അത് ചിലപ്പോൾ ആ പിള്ളേർ ഗ്രാൻഡായിട്ട് എടുക്കാൻ, അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇവൻ 6ാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേർക്കും ഫോൺ കൊണ്ടുപോകാം, ബട്ട് ദെൻ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഒരു സ്ഥലത്തും. അതെനിക്ക് സബ്മിറ്റ് ചെയ്യണമെന്നോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കൊടുക്കണം. അതും എനിക്ക് അവരുടെ കയ്യിൽ വെക്കാം, പക്ഷെ ഒരിക്കലും ഉപയോഗിക്കുന്ന കാണരുത് പിള്ളേർ ഫോൺ. 7 തൊട്ട് മുകളിലോട്ട് ഇല്ലാന്ന് എനിക്ക് 7 തൊട്ട് മുകളിലേക്ക് ഞാൻ നോക്കിയത് വെച്ചിട്ടാണെങ്കിൽ ഫോൺ കൊണ്ടുപോവാം, ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല, ബ്രേക്കുകളിൽ ഉപയോഗിക്കാം, അല്ലാതെ ക്ലാസ് എടുക്കാൻ സമയങ്ങളെല്ലാം ഉപയോഗിക്കാം. അതാണ് എന്താ റൂൾ. വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമെങ്കിലും പിള്ളേർ ചിലപ്പോൾ പക്ഷെ എനിക്കും തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിള്ളേരാണെങ്കിലും ഫോൺ കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമുക്ക് ഈ ഐഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ചോദിക്കും പിള്ളേർക്ക് വേണ്ടിയാണ് ഫോൺ സെറ്റപ്പ് ചെയ്യണത്. നമുക്ക് പേരന്റൽ കൺട്രോൾ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അവർ ബ്രൗസ് ചെയ്യുന്നത്, എത്ര നേരം എത്ര മണിക്കൂർ ഉപയോഗിച്ചു, ഏത് ആപ്പ് ഉപയോഗിച്ചു, എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും പേരൻസ് ആണെങ്കിൽ. പക്ഷേ ഫോൺ ഇതുപോലെ കയ്യിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. കാര്യം എന്തെങ്കിലും നടക്കുവാണെങ്കിൽ അവർക്ക് കോൾ ചെയ്യാം, ഇല്ലെങ്കിൽ ആവശ്യം വന്നാൽ അവർക്ക് എന്തെങ്കിലും സംഭവം പഠിക്കണമെങ്കിലോ എന്തെങ്കിലും അതിന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. എനിക്ക് നമുക്ക് കണ്ണുവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ ഒരു പ്രായം വരെ ആ സാധനം വർക്കാവും. ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരിയുടെ പ്രായം വന്ന പിള്ളേർ ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അന്നേരം വെറുതെ നമ്മുടെ ഫ്രണ്ട് വെച്ചിട്ട് അത്. എന്നാൽ ഈ പേരൽ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എനിക്കറിയത്തില്ല എത്ര പേരങ്ങനെ ശ്രദ്ധിക്കും എന്നുള്ളത്. അതായത് ഇല്ല, അത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വേണം. ഐഫോൺ ആണെങ്കിൽ നമുക്ക് അതിൽ സ്ക്രീൻ ടൈമും എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഗ്രോസറി സ്റ്റോർ വാൾമാർട്ടിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർട്ടിൽ നോക്കുക പിള്ളേർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. പേരൻസ് സാധനം വാങ്ങിക്കുമ്പോൾ പിള്ളേർ ഗെയിം കളിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയും ഒന്നും ആയിട്ടില്ല, അപ്പോൾ എത്ര 10 വയസ്സ് വല്ലതും കാണും, അപ്പോഴേ ഫോണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷേ ഈ ഫോൺ ഉപയോഗിക്കുന്ന ജനറേഷൻ പിള്ളേർക്ക് IQ കൂടുതലാണെന്നും പറയുന്നുണ്ട്. IQ അതും ഞാൻ ഡിബേറ്റ് ചെയ്യും. കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കൊച്ചിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവന് ഏതോ ഒരു ചെറിയ അസൈൻമെൻറ്റ് എന്തോ മാത്സിൻ്റെ അഡീഷണൽ എന്തോ പുള്ളി ChatGPT ഇട്ട് കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ വെയിറ്റ് ചെയ്യുക പുള്ളി ChatGPTയുടെ ഫോട്ടോ വരാൻ വേണ്ടി നോക്കിയെടുക്കാൻ. അതാണ് ഹൈടെക്കാണ് സമ്മതിച്ചു IQ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഫ്രാക്ഷനും ഡെസിമലും ഇതൊക്കെ വെച്ചിട്ട് നമ്മളിട്ട് അതും ബ്രെയിൻ യൂസ് ചെയ്ത് ചിന്തിച്ച് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഒന്നുമില്ല, ഫോട്ടോ എടുത്ത് ChatGPT എടുക്കുന്നു, വരാൻ വെയിറ്റ് ചെയ്യുക. പക്ഷെ എന്നാലും അവർ ഇച്ചിരി സ്മാർട്ടാണല്ലോ നമ്മളെ. കാര്യം ഇത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അന്നാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാന്നുള്ളൂ. പക്ഷെ ഇത് ഉപയോഗിക്കാൻ അവർക്ക് അറിയാലോ, അപ്പൊ അവർ സ്മാർട്ടാണല്ലോ. ആ വേസിൽ സ്മാർട്ടാണ്. അതിപ്പോ അത് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തോരം വരുന്നത്. ഇപ്പൊ വെച്ചാൽ ഗെയിം കളിക്കുന്ന കേസിലാണെങ്കിൽ ചിലപ്പോൾ അവര് പഴയ ജനറേഷനെക്കാൾ അടിപൊളിയായിട്ട് ചെയ്യുമായിരിക്കും. ഇത് ChatGPT ഉപയോഗിക്കാൻ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നീ ജോലിക്കൊക്കെ പോയിട്ട് ChatGPT ചോദിക്കുമോ? ജോലിക്ക് ChatGPT കൊണ്ട് യൂസ് ഉണ്ട് ഇന്നത്തെ ജനറേഷന്. നീ ഒരു ഡോക്ടറായെന്ന് വെച്ചോ, സർജറി കിടക്കിയിരിക്കുമ്പോൾ നീ ChatGPT ചോദിക്കും എന്താ ചെയ്യേണ്ടത്. പക്ഷെ ഇന്നും ഡോക്ടർമാർ യൂസ് ചെയ്യുന്നുണ്ട്.
എത്ര ഡോക്ടർമാരെ യൂസ് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല ഡോക്ടർമാര് ചാറ്റ് ജിപിടി ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ചാറ്റ് ജിപിടി ഉപയോഗിക്കുന്നത് ഡോക്ടർമാർ. AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം, എല്ലാവരും യൂസ് ചെയ്യും. കാരണം ചാറ്റ് ജിപിടി ഉപയോഗിക്കുന്നതാണോ? ഇപ്പോ ഈവൻ ഡോക്ടർമാര് ഇന്ന് സംഭവം വെച്ചാൽ അവരുടെ ബുക്കുണ്ട് MBBS പഠിക്കുന്നത്. ആ ബുക്ക് അവർ എപ്പോഴും കൈ വെക്കും. അപ്പൊ ഇപ്പോന്ന് വെച്ചാൽ അവർക്ക് എല്ലാ പേജും ചെക്ക് ചെയ്യണ്ട. അവരെന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ നല്ല നല്ല ഡോക്ടർമാരൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ നോക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ട്. കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനല്ല. അതായത് ഇപ്പം ഞാൻ കേട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാ ദിവസവും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ സ്റ്റിൽ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്കപ്പം ബുക്ക് റെഫർ ചെയ്ത് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടി ഈസി ആവില്ല. ഇങ്ങനെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇവര് ചാറ്റ് ജിപിടി 100%. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒരു രോഗി വന്നിരിക്കുമ്പോൾ ചോദിച്ചിട്ട് ചാറ്റ് ജിപിടി ഇട്ട് കൊടുത്തിട്ട് മരുന്ന് എഴുതി കൊടുക്കുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല ചാറ്റ് ജിപിടി 100%. കാരണം ഇപ്പോഴും വളർന്നോണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് ജിപിടി ആണെങ്കിൽ പോലും. അപ്പൊ നമ്മള് പനിക്കുള്ള ചോദിക്കുമ്പോഴായിരിക്കും അവര് അങ്ങനെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അതെ അങ്ങനെയുള്ളവരോട് ആരും പോലും ചെയ്യരുത്. ചാറ്റ് ജിപിടി പഠിക്കുന്നവർ അങ്ങനെയാണ് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ മതിയല്ലോ. ഇവിടുത്തെ ഡോക്ടർമാർ അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഗൂഗിളിൽ അടിച്ചു നോക്കുക, ചാറ്റ് ജിപിടി അടിച്ചു നോക്കും, എന്നിട്ട് ടൈലനോൾ കൊണ്ടുപോകും. അതുകൊണ്ടല്ലേ ഇവിടെ 50 വർഷം മുന്നേ ഇത് തന്നെയായിരുന്നു. ചാറ്റ് ജിപിടി വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഡോക്ടർമാർക്ക് വിലയില്ലാത്തത്. അതേസമയം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർ ആണെങ്കിൽ പുള്ളിക്ക് എല്ലാം അറിയാം, എക്സ്പീരിയൻസും എല്ലാം. ഈ സർജറിയുടെ കേസിലൊക്കെ പറഞ്ഞാൽ ഒരു സർജൻ കൈവച്ച് പ്രൂവ് ചെയ്താലേ അയാളെ സർജനായിട്ട് അവിടെ എടുക്കുകയുള്ളൂ. അപ്പൊ ആ കേസിൽ ചാറ്റ് ജിപിടി കൊണ്ടൊന്നും ഉപകാരമില്ലല്ലോ. അതാ പറഞ്ഞേ. പക്ഷേ ഇത് എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടി സ്റ്റിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളായിട്ട് അത് ചാറ്റ് ജിപിടി ആണ് വേണമല്ലോ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ ജനറേഷനിലും ചെയ്യുന്ന പോലെ ഇപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ടെക്നോളജിക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമുക്കൊരു മെയിൻ ഗോൾ ഉണ്ടാവും, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ടെക്നോളജിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യും. പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ആ ഒരു നമ്മൾ ഇടിയപ്പം വെക്കുന്ന പുള്ളി എല്ലാം ബില്ലിൽ എഴുതി വെച്ച് കൂട്ടി എഴുതി ഒരു ഇത്രയും വലിയ ബുക്കും കൊണ്ട് നടക്കും. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ പുള്ളി എത്രയും ബ്രെയിൻ ഒക്കെ ഇട്ട് 7 × 5 35 + 4 അത് ആ പുള്ളി എഴുതി കൊണ്ടു നടക്കും. അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളാണെങ്കിൽ ഇതിനോ ജസ്റ്റ് ഒരു ക്ലിക്ക് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അടുത്ത പണി നോക്കും. പുള്ളി OG ബ്രെയിൻ ആണെന്ന് കാര്യമില്ല. എല്ലാ ബില്ലിലും 400 വ്യത്യാസം വരാറുണ്ട്. ശരിയാണ്. ഇല്ല, അത് വന്നില്ലെങ്കിലും പുള്ളിയുടെ സമയം സേവ് ചെയ്യല്ല. പുള്ളിക്ക് ആ ഒരു സമയം ഈ ടെക്നോളജി സേവ് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് വേറെ സംഭവങ്ങളിൽ ഫോക്കസ് വെച്ചിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ഇതും ചെയ്യണം, എന്നിട്ട് 6 മണി ഡെലിവറി ഒറ്റയ്ക്ക് ഓടിച്ചു വന്ന് 8 മണിക്ക് ചെയ്യണം. അതങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളത്. പക്ഷെ അത് ഞാൻ ഒരു എക്സാമ്പിൾ. അപ്പം നമ്മളെന്ന് വെച്ചാൽ ടെക്നോളജി ഇപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മാത്രം സംഭവമൊന്നും അവർ ചെയ്യുന്നില്ലെങ്കിലും അവരത് വെച്ചിട്ട് വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് അങ്ങനത്തെ പിള്ളേരും ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഞാൻ കൈ ഉപയോഗിക്കുന്നത്, അവരെല്ലാം അവർ ഇട്ട് കൊടുക്കും. ഇത് ചെയ്യേണ്ട പരിപാടി കുറേ നമ്മൾ ഒരു ദിവസം ഫുൾ എടുക്കുന്ന സാധനം അത് 10 മിനിറ്റ് ചെയ്ത് തീർക്കും. ബാക്കി സമയം അവർ വന്നിട്ട് വേറെ എന്തെങ്കിലും വലിയ സംഭവം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അൽഗോറിസം ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. എനിക്കൊന്നും ബാക്കി സമയം അവർ വല്ല ഗെയിം കളിച്ചിരിക്കത്തുള്ളൂ. പിള്ളേരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരും പല 2 ടൈപ്പുള്ള പിള്ളേരുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലത്തെ ഗെയിം കളിച്ചിരിക്കുന്ന മണ്ടൻ പിള്ളേരുണ്ട്. ചില ആൾക്കാരുടെ കോഡിങ് ബുദ്ധിയൊക്കെ ചെയ്യുന്ന പിള്ളേർ, റോബോട്ട് പോലെ വർക്കുന്ന പിള്ളേരുണ്ട്. നാട്ടിലൊരു ചെറുക്കനുണ്ട്, ഒരു കൊച്ചിറക്കനുണ്ട് എല്ലാവരും പഠിപ്പിക്കുന്ന കുറിച്ച് പഠിപ്പിക്കുന്ന കണ്ണാടി ചെറുക്കാൻ. ഒരു പേര് ഞാനും പറഞ്ഞു, ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള സ്കൂളിൽ പോലുള്ള വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചിലപ്പം ബെഞ്ചിനടി വെച്ചിരുന്നത് ചിലപ്പോൾ ഗെയിം കളിച്ച് ചിലപ്പോൾ അറിയാത്ത പോലും ഇല്ല. അല്ലെങ്കിൽ അതിലിപ്പോ വേറെ പ്രശ്നം ഉണ്ടാക്കും. നാട്ടിലൊക്കെ ഇവിടെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എല്ലാം ഫുള്ള് ക്യാമറാസ്. പിന്നെ എനിക്ക് ഒരാൾക്ക് ഒരു ടേബിളൊക്കെ ആയതുകൊണ്ട് പ്രശ്നം വരത്തില്ലായിരിക്കും. നാട്ടിലെ ബെഞ്ചിൽ 5 പേര് ഒതുങ്ങി കൂടി ഇവിടെ എനിക്കൊന്ന് സ്കൂളിലൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ കോളേജിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആശാനൊക്കെ ക്ലാസ് ഇരുന്നാ മറ്റേ PUBG കളിച്ചോണ്ടിരുന്നത്. ഒന്നും നിങ്ങൾക്ക് ലാപ്ടോപ്പ് 2 സ്ക്രീനൊക്കെ ഫ്രണ്ടിൽ ഇരുന്നാ കളിക്കുന്നത്. അപ്പൊ അതിനകത്ത് നടക്കുന്ന അവരെങ്ങനെ അറിയാനാ? ഒന്നും പറയത്തില്ല. സോ അപ്പൊ എനിക്കൊന്ന് അത് പറയാത്ത വേറെ ഇതിപ്പോൾ അഡൾട്ടായി 18 വയസ്സ് വരെ ഉള്ളത് പോലെയല്ല. അത് കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ പഠിക്കാന്നുള്ള മൈൻഡ്. അതുവരെ പിള്ളേരെന്ന് നീ പഠിക്കണം നിർബന്ധിക്കണം. പക്ഷെ ഇവിടെ സ്കൂളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് വരെ അത്രയും നമ്മുടെ അവിടെ പഠിച്ച പോലെ ഒന്നും പഠിക്കാം. 5 എനിക്ക് തോന്നുന്നു 8 ക്ലാസ് വരെ ഒന്നുമില്ല. അവര് ബാഗ് വെറുതെ വീശിക്കൊണ്ടാവുന്നത്. 8 കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പഠിക്കാൻ. നമ്മുടെ ബാഗിലാണെങ്കിൽ 20 കിലോയുടെ ബുക്ക് ഉണ്ടായിരിക്കും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ. എന്നിട്ട് അതും നോക്കിക്കൊണ്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. ഇവർക്ക് അതൊന്നുമില്ല. ഇവർക്ക് എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങോട്ടേക്ക് ശരിയാ ഒരു ഫോൺ മാത്രം അല്ലെങ്കിൽ ഒരു ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. ഈവൻ നോട്ട്സും കാര്യങ്ങളും എല്ലാം സ്കൂളിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നത്. ഒന്നും വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചില്ലടിച്ച് ഗെയിം കളിക്കാം. അതെ, എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്താൽ ചാറ്റ് ജിപിടി ഇട്ട് കൊടുക്കും. അത് പറഞ്ഞ അപ്പം എനിക്ക് തോന്നുന്നു ഐക്ക് കൂടുന്നുണ്ടോ ഡംബായിക്കൊണ്ടിരിക്കണോ എന്നുള്ള കാര്യത്തിൽ കുറച്ച്
എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നാലും പക്ഷേ കൊണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ വേണം. ഇല്ല, ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുക്കനെ ഒരു കൊച്ചെറുക്കൻ ക്വിസ് എന്താ ചെയ്തോണ്ടിരിക്കുക ഓൺലൈനിൽ. അപ്പോൾ അവൻ ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൺട്രോൾ കൊടുക്കുമ്പോൾ ഇൻസ്പെക്ടർ വരത്തില്ലേ, അതിനകത്ത് ആൻസർ വരുന്നുണ്ട്. അത് അവൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. സ്വന്തമായിട്ട് ആ ഇൻസ്പെക്ടർ നോക്കിയിട്ട് ഇത് യെസ് എന്നാണ് നോ എന്നാണെങ്കിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളത്. അത് വെച്ചിട്ട് കണ്ടുപിടിച്ചു. അത് ആ അമ്മ എടുത്ത് വീഡിയോ ഇട്ടു. ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ടെക്നോളജി ഭയങ്കര വൈസായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്നുള്ള പിള്ളേരും ഉണ്ട്. സോ അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് പറഞ്ഞിരിക്കുക. നിങ്ങൾ ഏത് ക്യാമ്പിൽ വരും? ഫോൺ കൊടുക്കാൻ ഓക്കെ ആണ്, ഫോൺ അല്ലെങ്കിൽ ലിമിറ്റഡ് രീതിയിൽ ഉപയോഗിക്കണമെന്നാണോ, അതോ ഫുള്ളി ഫോൺ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് മേ ബി ആ ഒരു ഫ്ലിപ്പ് ഫോണൊക്കെ ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ഫോണാണ് മേ ബി ഒരു 7-8 ക്ലാസ് വരെ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കുക. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ദെൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ സൈൻ ഓഫ്. ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ.